ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഈ വർഷം ആദ്യമായിട്ടൊരു ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ് നിങ്ങളൊക്കെ അല്ലെ. നിങ്ങൾ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആദ്യത്തെ 20 ചോദ്യം, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQs ആയിരിക്കും അല്ലെ. പല കുട്ടികൾക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവരുടെ മാർക്ക് കുറയുന്നതിലെ ഒരു പ്രധാന വില്ലനായിട്ട് കടന്നു വരാറുണ്ട്. നിങ്ങളിൽ പലരും 9th ഈ ഒരു പ്രശ്നം അനുഭവിച്ചവരായിരിക്കും അല്ലെ. സോ ഈ MCQs എന്ന മെയിൻ വില്ലനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് സൈലം അസ്ത്ര ബാച്ചിൽ അവതരിപ്പിച്ച പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓൾറെഡി നിങ്ങളിൽ പലർക്കും അറിയാൻ സാധ്യതയുണ്ട്, കാരണം അസ്ത്ര ബാച്ചിലുള്ള ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവും. എന്താണ് നമ്മൾ അസ്ത്ര ബാച്ചിൽ ഓരോ പാർട്ട് ക്ലാസ് കഴിയുമ്പോഴും 10 MCQs വെച്ചിട്ട് ആപ്പിൽ നൽകും അല്ലെ. കിസ് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും 10 MCQs വെച്ചിട്ട് കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ എടുക്കുകയാണ്. ഇന്നൊരു പീരീഡ്, എന്റെ പീരീഡ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ടോട്ടൽ 3 പീരീഡ് കൊണ്ടാണ് പോളിനോമിയൽസ് കംപ്ലീറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 10 MCQs കിട്ടും അല്ലെ. അപ്പോൾ ടോട്ടൽ 3 പാർട്ടിലാണ് പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ എത്ര MCQs ടോട്ടൽ കിട്ടും? 3 പാർട്ടും 10 ക്വസ്റ്റ്യനും. അപ്പൊ എത്ര ടോട്ടൽ? മാത്സ് അറിയില്ലേ? 30 ക്വസ്റ്റ്യൻസ്, 30 ക്വസ്റ്റ്യൻസ് ടോട്ടൽ നിങ്ങൾ അവിടെ പഠിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, അത് ഞാൻ 5 പാർട്ടിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും? 5 into 10 50 ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് ഈ ഒരു അക്കാദമിക് ഇയർ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് MCQs തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോ ആയിട്ടുണ്ടാവും. അത്രമേൽ MCQs ആണ് നിങ്ങൾ ഈ ഒരു അക്കാദമിക് ഇയറിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും പഠിച്ചെടുത്തിട്ടുണ്ടാവുക. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അസ്ത്ര ബാച്ചിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത 30+ MCQസിലുള്ള 30 പരം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു സെലക്ട് ചെയ്ത ഒരു ടോപ്പ് 5 MCQs എന്ന് പറയാൻ പറ്റുന്ന 5 ചോദ്യങ്ങളെ, ടോപ്പ് 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസ്ത്ര ബാച്ചിലെ കുട്ടികളാണെങ്കിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് കണ്ടതായിരിക്കും. എന്നാൽ ആൻസേഴ്സ് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലാസ് ശ്രദ്ധിക്കാം. അസ്ത്ര ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും കുട്ടികൾ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ശ്രദ്ധിക്കാം മക്കളെ, അസ്ത്ര ബാച്ചിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ മതിയാവും. നമ്മൾ 9th നിഞ്ച ബാച്ച് ഉണ്ടായിരുന്നു, അതിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും അസ്ത്ര ബാച്ച്. ഫാക്കൽറ്റീസ് നിങ്ങൾ കണ്ട ഫാക്കൽറ്റീസ് ഉണ്ടാവും, കുറച്ച് പുതിയ ഫാക്കൽറ്റീസ് ഉണ്ടാവും. പുതിയ ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളെ അതിഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ സൈലത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതിലാർക്കും ഒരു പേടിയും വേണ്ട. പിന്നുള്ളത് നമ്മുടെ ക്ലാസ്സസ് ആണ്. ഡെയിലി 1.5 hour ആണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. 1 hour to 1.5 hour ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും. 7 o'clock അല്ലെങ്കിൽ 8:30 ഈ ഒരു സമയത്താണ് നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. പിന്നെ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് റിവിഷൻ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു എക്സാമിന്റെ ഒരു 2-3 months മുതൽ നമ്മൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെയുള്ള 2 or 3 or 4 months നമ്മൾ ഫുൾ റിവിഷൻ ആയിരിക്കും. ഫുൾ റിവിഷൻ, ചാപ്റ്റർ ബൈ ചാപ്റ്റർ റിവിഷൻ, അല്ലാതെ ഒരു സബ്ജക്റ്റിന്റെ ഒരു റിവിഷൻ ഒന്നുമല്ല, ചാപ്റ്റർ ബൈ ചാപ്റ്റർ റിവിഷൻ. ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മളിപ്പോ ഓഫ്ലൈൻ ക്ലാസ് പോവാ, സ്കൂളിൽ പോവാ, ഒരു ക്ലാസ് മിസ്സായി പോയാൽ എന്താ ചെയ്യുക? ക്ലാസ് മിസ്സായി പോയാടാ, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? പോയില്ലേ, അതവിടെ കഴിഞ്ഞു. പക്ഷെ അസ്ത്ര ബാച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ക്ലാസ് പനിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ആപ്പ് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് അവിടെ ഉണ്ടാവും. ഇങ്ങനെ എത്ര ദിവസം ക്ലാസ് അവിടെ ഉണ്ടാവും? ഈ അക്കാദമിക് ഇയർ അവസാനിക്കുന്നവരെ എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ക്ലാസ്സും ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. സ്കൂൾ ഒരു ചാപ്റ്റർ ടീച്ചർ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ക്ലാസ് കാണാൻ പറ്റുമോ നമുക്ക് പോയിട്ട്? ഇല്ല. പക്ഷെ അസ്ത്ര ബാച്ചിൽ കഴിയും. അതായത് ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും നിങ്ങളുടെ ക്ലാസ് എടുത്ത് കാണാൻ കഴിയും. ഈ MCQs ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ഏത് സബ്ജക്റ്റിലും ഏത് ചാപ്റ്റർ കഴിഞ്ഞാലും യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാവും. മൊഡ്യൂൾ എക്സാംസ് നിങ്ങൾക്ക് ഓൾറെഡി വരികയാണല്ലേ. നിങ്ങൾക്ക് ഇത്ര June 8 നമ്മുടെ സൈലത്തിന്റെ മൊഡ്യൂൾ എക്സാം വരികയാണ്. പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഓക്കെ. സോ പിന്നെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. പിന്നെ കുറച്ച് സർപ്രൈസുകൾ വരുന്നുണ്ട്. അത് അടുത്ത മാസമായിട്ട്, ഈ മാസം ജൂണിൽ, നെക്സ്റ്റ് മാസം അടുത്ത മാസമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കുറച്ച് സർപ്രൈസുകൾ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. സോ ഇനിയും അസ്ത്ര ബാച്ചിൽ ഏതെങ്കിലും മക്കൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 3,499 ആണ്. നമ്മളൊരു ഷർട്ടും പാന്റും വാങ്ങുന്ന ഫീസ് വരുന്നുള്ളൂ അല്ലെ. സോ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ താഴെ കൂടെ അങ്ങനെ ഓടിപ്പോയ ഒരു നമ്പർ കാണാം, നിങ്ങൾക്ക് ഒരു നമ്പർ ഓടിപ്പോകുന്നതാണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. സോ മക്കളെ, നമ്മുടെ
ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഇഫ് ദ സീറോസ് ആൽഫ ആൻഡ് ബീറ്റ, അത് ആൽഫയാണ്, ആൽഫ ആൻഡ് ബീറ്റ ഓഫ് എ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 7x plus k are such that alpha minus beta equal to 1, then the value of k is, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എന്താ, ആൽഫയും ബീറ്റയും ആ പോളിനോമിയലിന്റെ സീറോസ് ആണ്. അവിടെയുള്ള റിലേഷൻഷിപ്പ് എന്താ, ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 എന്ന് അവർ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്, ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 അല്ലെ. എന്താ തന്നിട്ടുള്ളത്, ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1. എടാ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ സീറോസിന്റെ സം എത്രയാ, ആൽഫ പ്ലസ് ബീറ്റ എത്രയാ പറഞ്ഞേ, ആൽഫ പ്ലസ് ബീറ്റ എത്രയാ പറ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സീറോസിന്റെ സം എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ബി ബൈ എ, അതായത് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടെ, എക്സിന്റെ കോഫിഷ്യന്റ് എത്രയാ ഇവിടെ, -7 ഡിവൈഡഡ് ബൈ എ എത്രയാ, എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ദാറ്റ് ഈസ് 1. സോ -7 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി 7/1 7. സോ ആൽഫ മൈനസ് ബീറ്റ എന്ന് ക്വസ്റ്റ്യൻ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്യാണ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ സാറ് ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുക മക്കളെ, ആൽഫ പ്ലസ് ആൽഫ 2 ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ബീറ്റ 0 ആയിപ്പോയി, വിച്ച് ഈസ് ഈക്വൽ ടു RHS എന്തൊക്കെയാണുള്ളത്, 1 + 7 8. 2 ആൽഫ ഈക്വൽ ടു 8 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 2 ആണ്. ഇൻറ്റു 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ RHS പോകുമ്പോൾ ഡിവൈഡ് ബൈ 2 ആവും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4. 8 ഡിവൈഡ് ബൈ 2 4 ആണ്. ഓക്കെ, ആൽഫ 4 ആണ് അല്ലെ, ആൽഫ മൈനസ് ബീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എത്രയാ വരിക, ബീറ്റ എത്രയാ വരിക. സി, ഈ ഇക്വേഷനിൽ ഈ ആൽഫന്റെ 4 എന്ന വാല്യൂ ഇതിൽ കൊടുക്കുക. അപ്പൊ എന്താവും, ആൽഫയ്ക്ക് വരെ 4 കൊടുക്കുമ്പോൾ 4 മൈനസ് ബീറ്റ ഈക്വൽ ടു 1 എന്ന് വരും. മൈനസ് ബീറ്റ നേരെ RHS പോയാൽ പ്ലസ് ബീറ്റ ആയി, ഇസ് ഈക്വൽ ടു 4 അങ്ങനെ തന്നെ താഴോട്ട് എഴുതി. അവിടുന്ന് +1 ഇപ്പുറത്തോട്ട് വന്നാൽ -1. സോ ബീറ്റ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 3 എന്ന് കിട്ടി. നിങ്ങൾ നോക്കി ശരിയല്ലേ, ആൽഫ മൈനസ് ബീറ്റ 1 അല്ലേ, 4 മൈനസ് 3 1 അല്ലേ, ആൽഫ പ്ലസ് ബീറ്റ 4 + 3 7 അല്ലേ, ആൽഫ പ്ലസ് ബീറ്റ 7 ആണ്. അപ്പൊ റെഡിയാണ്, ആൽഫ ബീറ്റ കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചതാവുന്നല്ലോ, നമ്മൾ ചോദിച്ചത് കെന്റെ വാല്യൂ ആണ്. കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അടുത്തൊരു കാര്യം അറിയാം. എന്താ കാര്യം, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്, C/A ആണ്. സോ മക്കളെ പറഞ്ഞേ, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ, ആൽഫ എന്ന് പറഞ്ഞാൽ 4 ആണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 4 × 3 12 ഈസ് ഈക്വൽ ടു C/A. C/A എന്ന് പറഞ്ഞാൽ ഇവിടെ സീന്റെ സ്ഥാനത്തുള്ളത് കെ ആണ്. കെ ഡിവൈഡഡ് ബൈ എ, എന്റെ സ്ഥാനത്തുള്ളത് 1 ആണ്. സോ കെ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ കെ തന്നെ. സോ കെ ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the number of polynomials having zeros as -2 and 5 is. പല കുട്ടികളും പല തവണ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും, നിങ്ങളുടെ കഴിഞ്ഞു പോയ ബാച്ചസ് ഒക്കെ പല കുട്ടികളും തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. The number of polynomials having zeros as -2 and 5. 2 സീറോസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും സീറോസ് ആവുന്ന എത്ര പോളിനോമിയൽസ് ഉണ്ടാവുന്നു എല്ലാവരും? ഓക്കെ, -2 0 ആണെങ്കിൽ x+2 ഇൻറ്റു 5 0 ആണെങ്കിൽ x-5. ഇതേ പോളിനോമിയൽ ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുക. തെറ്റാണ്. നമുക്കിതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു പോളിനോമിയലാണ്. നമുക്ക് അതിന് പകരം വേണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന പോളിനോമിയൽ സീറോസ് -2 5 ആയിരിക്കും. ഇനി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പോളിനോമിയലിന്റെ സീറോസ് -2 5 തന്നെയായിരിക്കും. ജനറലി നമുക്ക് പറയാം, എനി റിയൽ നമ്പർ കെ കൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പോളിനോമിയലിന്റെ, ഇത് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒക്കെ പോളിനോമിയൽസ് ആയിരിക്കും. ഐ മീൻ കെ റിയൽ നമ്പർ ആണെങ്കിൽ അപ്പോൾ ആ പോളിനോമിയലിന്റെ ഒക്കെ സീറോസ് -2 5 ആയിരിക്കും. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് ആണ്. സോ ഓപ്ഷൻ ഏതാ, 1 അല്ല 2 അല്ല 3 അല്ല, മോർ ദാൻ 3 എന്നുള്ളതാണ് ഓപ്ഷൻ. മോർ ദാൻ 3. അപ്പൊ ഇൻഫിനിറ്റ് അല്ലല്ലോ ഓപ്ഷൻ ഉള്ളത്. അങ്ങനെയല്ല, നമുക്ക് പറ്റുന്ന ഓപ്ഷൻ ഏതാ, 1 2 അല്ല 3 അല്ല, മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3നേക്കാളും കൂടുതലുണ്ട്. അപ്പൊ അതല്ലേ സ്യൂട്ടബിൾ ഓപ്ഷൻ. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ദാറ്റ്സ് നത്തിങ്. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് 4x² + 3x + 7, then the value of 1/alpha + 1/beta is. 1/alpha + 1/beta ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആഡ് ചെയ്യണം. 1/alpha + 1/beta ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആഡ് ചെയ്യും. ആദ്യത്തെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഡിനോമിനേറ്റർ ബീറ്റ പ്ലസ് രണ്ടാമത്തെ ന്യൂമറേറ്റർ ഇൻറ്റു ആദ്യത്തെ ഡിനോമിനേറ്റർ 1 × ആൽഫ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റ. സോ മേലത്തെ എന്താ, ആൽഫ പ്ലസ് ബീറ്റ, താഴത്തെ എന്താ, ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ മക്കളെ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ, ആൽഫ പ്ലസ് ബീറ്റ -b/a. ഇവിടെ ബി എത്രയാ, 3 ആണ്.
സോ -3/4 ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ C/A 7/4 7/4 ഇതെങ്ങനെ ചെയ്യുക റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററിലുള്ള -3/4 അങ്ങനെ തന്നെ എഴുതി അടിയിലുള്ള 7/4 മേലോട്ട് എഴുതും എന്താവും ഡിവിഷൻ മാറിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആവും 7/4 റെസിപ്രോക്കൽ കലകുത്തനെ എഴുതുക 4/7 ആയിട്ട് മാറി എന്നിട്ട് മേലുള്ള 4ഉം താഴെയുള്ള 4ഉം കട്ടായി സോ ആൻസർ എത്ര വന്നു -3 ബാക്കിയുണ്ട് അടിയിൽ ഒരു 7ഉം -3/7 ഓപ്ഷൻ ഇല്ലേ ഉണ്ട് ഓപ്ഷൻ ബി സിമ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹുസ് സീറോസ് ആർ 2√7 ആൻഡ് -5√7 ഈസ് സീറോസ് 2√7ഉം -5√7ഉം വരുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഏതാണെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതും പല കുട്ടികളും തെറ്റിക്കും അല്ലെങ്കിൽ വളഞ്ഞ വഴി ചെയ്യും ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ മക്കളെ സീറോസ് തന്നു കഴിഞ്ഞാൽ പോളിനോമിയൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആണ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് അഥവാ സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക ഓക്കെ അല്ലേ ഓക്കെ ഇവിടെ സീറോസ് ഏതൊക്കെയാ ആൽഫ 2√7ഉം ബീറ്റ -5√7 ആണ് അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എത്രയാ 2√7 പ്ലസ് ശ്രദ്ധിക്കുക ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ എഴുതാണ് ആദ്യം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ 2√7 ആണ് പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -5√7 ആണ് 5√7 2√7 പ്ലസ് -5√7 അതായത് 2√7 പ്ലസ് മൈനസ് കൂടെ മൈനസ് ആയി -5√7 അഥവാ എത്ര കിട്ടി 2√7 -5√7 -3√7 ആണ് അപ്പം ആൽഫ പ്ലസ് ബീറ്റ -3√7 കിട്ടി ആൽഫ ഇൻറ്റു ബീറ്റയോ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 2√7 ഇൻറ്റു -5√7 ആണ് അപ്പൊ എത്ര വരും സാധനം മൈനസ് വരും സൈന് മൈനസ് വരും പിന്നെ 2 5 10 2 5 10 2 5 10 പിന്നെ √7 ഇൻറ്റു √7 7 സോ 10 ഇൻറ്റു 7 70 -70 സോ നമുക്ക് എങ്ങനെ എഴുതാം പോളിനോമിയൽ x² മൈനസ് എന്താ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് അല്ലേ അടുത്തത് x² മൈനസ് എഴുതി പിന്നെ എന്താണ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -3√7 ആണ് സോ -3√7 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ -70 ആണ് -70 സോ എന്താ മക്കളെ വരും ഓപ്ഷൻ x² ഈ മൈനസ് കൂടെ പ്ലസ് ആവും പ്ലസ് 3√7x ഈ മൈനസും പ്ലസ് കൂടെ മൈനസ് ആവും -70 ഏതാ ഓപ്ഷൻ x² പ്ലസ് 3√7 x -70 ഓപ്ഷൻ സി സിമ്പിൾ ക്വസ്റ്റ്യൻ അത്ര സിമ്പിൾ അല്ല അല്ലേ പക്ഷെ സിമ്പിൾ ആണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് അല്ലാത്തത് ഏതാണെന്നാണ് മക്കളെ നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് 2 ആണ് അപ്പൊ അതിന്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 2 ആയിരിക്കും ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ് ഡിഗ്രി n ആണെങ്കിൽ മാക്സിമം n സീറോസ് ഡിഗ്രി 5 ആണെങ്കിൽ മാക്സിമം 5 സീറോസ് അപ്പൊ ഡിഗ്രി 2 ആണെങ്കിൽ മാക്സിമം 2 സീറോസ് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്രാഫ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാ ഇവിടെ നോക്കുക സീറോ ഇല്ല കട്ട് ചെയ്യുന്നില്ല ഇവിടെ സീറോ ഇല്ല കുഴപ്പമില്ല ഇവിടെ 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഇവിടെ 1 പോയിന്റ് കട്ട് ചെയ്യുന്നു 2 പോയിന്റ് കട്ട് ചെയ്യുന്നു 3 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മാക്സിമം 2 പോയിന്റ്സിലെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ എക്സ് ആക്സിനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ മാക്സിമം 2 സീറോസ് ഉണ്ടാകാൻ പാടുള്ളൂ അപ്പൊ മാക്സിമം 2 പോയിന്റ്സിലെ കട്ട് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ 3 പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട് സോ എന്തല്ല അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് അല്ല അപ്പൊ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ എല്ലാ മക്കൾക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ടോപ്പിക് ഈ ചാപ്റ്ററിന് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ ഇടാം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷന് മാർക്ക് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ പഠിച്ചതൊന്നും വെറുതെ ആയില്ല സൈലം കണ്ടത് വെറുതെ ആയില്ല എന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സോ നിങ്ങൾ പറയാ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഓരോ ചാപ്റ്ററിനും എന്തൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഞങ്ങൾ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ